നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതിൻ്റെ ആരംഭത്തിൽ കേവലം ഒരു മോഷണ കേസായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആ അന്വേഷണം മുന്നോട്ട് പോകും തോറും ആ കേസിൻ്റെ വ്യാപ്തി വർദ്ധിക്കുകയും ഉന്നത തലങ്ങളിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയും ചെയ്യുകയാണ്. നിലവിൽ കേസിൻ്റെ നിർണായക വഴിത്തിരിവ് ഇപ്പോൾ മൂന്നാം പ്രതിയായിട്ടുള്ള സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ ഭരണകക്ഷിയായിട്ടുള്ള CPM-ലെ പ്രമുഖ നേതാക്കളെയും മറ്റ് ഉന്നത വ്യക്തികളെയും ഒക്കെ തന്നെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഇതാകട്ടെ കേസിൻ്റെ ഗൗരവം ഇപ്പോൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ക്ഷേത്രഭരണ സംവിധാനത്തിലെ സുരക്ഷാ പാളിച്ചകൾക്കപ്പുറം സ്ഥാപിത താല്പര്യങ്ങളുടെയൊക്കെ തന്നെ പങ്ക് വളരെ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ ശ്രദ്ധാകേന്ദ്രം അത് വാസു എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ്. ദേവസ്വം കമ്മീഷണർ എന്ന ഔദ്യോഗിക പദവി വഹിച്ചിരുന്ന ഇദ്ദേഹം അതേസമയം തന്നെ പാർട്ടി തലത്തിലെ സ്വാധീനം ഉപയോഗിച്ച് ശബരിമല ഭരണത്തിൽ അവിഭാജ്യ ഘടകമായി തന്നെ പ്രവർത്തിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പത്മകുമാർ ഉണ്ടായിരുന്നപ്പോഴും ബോർഡിൻ്റെ ഭരണപരവും അതോടൊപ്പം തന്നെ സാമ്പത്തികപരവുമായിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങളൊക്കെ തന്നെ അത് വാസുവിൻ്റെ അറിവോടും അനുമതിയോടും കൂടിയാണ് നടപ്പാക്കപ്പെട്ടിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ഒരു സാധാരണ കമ്മീഷണർ പദവിക്ക് മുകളിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം സ്ഥാപിച്ചെടുത്ത ആ അധികാരത്തിൻ്റെ കേന്ദ്രീകരണം അതാകട്ടെ ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ധനപരമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ തന്നെ തൻ്റെ വരുതിയിലാക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചു. നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് സംബന്ധിച്ചുള്ള കണക്കുകൾ ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുന്നു എന്നത് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി തന്നെ മാറിയിരിക്കുകയാണ്. ഒന്നാം പ്രതിയുമായി ബന്ധമുള്ള ഗോവർദ്ധൻ്റെ പക്കൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന 15 ലക്ഷം രൂപയുടെ സ്വർണം കേവലം ഒരു അംശം മാത്രമാണ്. ക്ഷേത്രത്തിലെ വാതിൽപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലും പൂശിയിരുന്ന സ്വർണം ഇതിലും എത്രയോ അധികമാണ്. ഈ അധിക സ്വർണം എങ്ങോട്ട് പോയി, ആരാണ് ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയത്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. ഇത് ആസൂത്രിതവും വിപുലവുമായ ഒരു കളവാണ് എന്ന് ഉറപ്പിക്കാൻ ഈ കണ്ടെത്താനാവാത്ത സ്വർണത്തിൻ്റെ അളവ് ഒരു പ്രധാന തെളിവാണ്. പ്രത്യേക അന്വേഷണ സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, SIT വളരെ സങ്കീർണവും തന്ത്രപരവുമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ കേസിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കേവലം പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഉപരിയായി അവരെ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്ത് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന രീതിയാണ് അവരിപ്പോൾ പിന്തുടരുന്നത്. ഒന്നാം പ്രതിയിൽ നിന്ന് രണ്ടാം പ്രതി മുരാരി ബാബുവിലേക്ക്, അവിടെ നിന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിലേക്ക് ഇത്തരത്തിൽ അന്വേഷണം എത്തിച്ചത് അത് ഈ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെ തന്നെയാണ്. ഇപ്പോൾ സുധീഷ് കുമാറിൽ നിന്ന് വാസുവിലേക്കും അതിലൂടെ മറ്റ് ഉന്നതരിലേക്കും ഒക്കെ തന്നെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ SIT നടത്തുന്നത്. ഇതാണ് ഈ കേസിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയുടെ സൂചന നൽകുന്നത്. കളവ് നടത്തിയ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ ഒന്നുകിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികളിൽ നിന്നോ അല്ലെങ്കിൽ ഭരണതലത്തിലെ ഉന്നതരിൽ നിന്നോ പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ ഉള്ള ഒരു മൗന അനുവാദം ഇതിന് ലഭിച്ചിരിക്കണം. വാസുവിൻ്റെ അധികാരം ഈ മൗനാനുവാദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ച് ശബരിമലയുടെ ഭരണ സംവിധാനത്തിൽ അദ്ദേഹം ഒരു സമാന്തര ഭരണാധികാരിയെ പോലെ പ്രവർത്തിച്ചു എന്ന് അനുമാനിക്കാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ ഭരണതലത്തിൽ നിന്ന് ലഭിച്ച സംരക്ഷണമാണ് ഈ കളവ് ഇത്രയും കാലം പുറത്തു വരാതെ മറച്ചുവെക്കാനും ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ കൃത്യങ്ങൾ നിർവാദം തുടരാനും ഒക്കെ തന്നെ സഹായകമായി മാറിയത്. അന്വേഷണം വാസുവിൻ്റെ പരിധി കടന്ന് CPM-ലെ ഉന്നത നേതാക്കളിലേക്കും മന്ത്രിമാരിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്താണ് ഈ കളവുകൾ ഏറ്റവും കൂടുതലായിട്ട് നടന്നതെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ അതിശക്തമാണ്. അദ്ദേഹം തന്നെ തൻ്റെ ഭരണകാലത്ത് ഇത്തരം കളവുകൾ നടന്നതായിട്ട് തുറന്നു സമ്മതിക്കുന്നത് ശ്രദ്ധേയമാണ്. ഈ ഒരു വെളിപ്പെടുത്തൽ അത് തന്ത്രമായിരിക്കാമെന്ന് ചിലർ കരുതുന്നുണ്ടെങ്കിലും ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോ പിന്തുണയോ ഇല്ലാതെ ഇത്രയും വലിയൊരു കളവ് നടക്കില്ല എന്ന പൊതുധാരണ നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൻ്റെ അന്വേഷണം അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുകയും പ്രമുഖ നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഭരണകക്ഷിയായിട്ടുള്ള CPM-നെ സംബന്ധിച്ച് അവർക്ക് വളരെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായിരിക്കും പിന്നീട് നേരിടേണ്ടി വരിക. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും തീർച്ചയായിട്ടും ഈ കേസിൻ്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും. കാരണം ഈ കളവ് തെളിയിക്കപ്പെട്ടാൽ അത് CPM-ന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ, രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്തും. അതിനാൽ തന്നെ പാർട്ടി ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ വീക്ഷിക്കുന്നത്. അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ച് ശക്തമായിട്ടുള്ള ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ കേസ് അത് ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു വസ്തുത ഇതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തന്നെയും ഹൈക്കോടതിയുടെ ആ ഒരു സംവിധാനത്തെ പോലും മറികടന്നുകൊണ്ട് കളവ് നടന്നു എന്നതിനാലും അട്ടിമറികൾ സംഭവിച്ചാൽ അത് നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കോട്ടം വരുത്തും എന്നതിനാലും കോടതിക്ക്
ഈ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. ശബരിമല ഭരണത്തിൽ നിയമപരമായിട്ടുള്ള പങ്കാളിത്തമുള്ള ഒരു സംവിധാനമാണ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു നിരീക്ഷണത്തിൽ നടന്ന ഈ ഒരു കളവ് പുറത്തു കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും കോടതിയുടെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്, കടമയാണ്. നീതി നടപ്പാക്കപ്പെടുന്നില്ലെങ്കിൽ അത് ഈ കളവിനൊത്താശ ചെയ്ത ഒരു സംവിധാനമായി ഹൈക്കോടതിയെ ചിത്രീകരിക്കാനായിട്ട് പൊതുസമൂഹത്തിന് അവസരം നൽകിയേക്കും. അതുകൊണ്ട് തന്നെ കോടതി ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രതയും ശക്തമായിട്ടുള്ള നിലപാടും സ്വീകരിക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെയും ഒക്കെ തന്നെ വിശ്വാസം നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഏതായാലും ഈ കേസിൽ സത്യസന്ധവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നതാണ് പൊതുസമൂഹത്തിൻ്റെ എല്ലാം തന്നെ ഏറ്റവും വലിയ ഒരു ആവശ്യം. ഇത് കേവലം നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല, മറിച്ച് കേരള സമൂഹത്തിന് തന്നെ ധാർമ്മികമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഭരണാധികാരികളുടെയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ കേസിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി അവരെ ശിക്ഷിക്കുകയും ഈ പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത് ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നത് പറയാതെ വയ്യ. അന്വേഷണം പൂർണ്ണമായി നടക്കുകയും സത്യം പുറത്തു വരികയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരള സമൂഹം ഒന്നടങ്കം കാത്തിരിക്കുന്നത്.